ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ. എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു. പാട്ടും കൂത്തൊക്കെ കേമായിരുന്നോ? തമ്പുരാട്ടിമാര് തുള്ളന്റെ ഒപ്പം തുള്ളിയില്ല ശരിയാവില്ലോ അല്ലേ? ഞാനെങ്ങും പോയില്ല. എന്തേ പോവായിരുന്നു? ചായ തണുക്കും. മതി കേട്ടില്ലേ? അത് ജിലേബി തിന്നുകൊണ്ട. പഴം അത് നീ തിന്നോ. എന്തിനാ ഇങ്ങനെ പുകച്ചു കയറ്റണേ? ശമ്പളം കിട്ടി അതെങ്ങനെങ്കിലും ചെലവാക്കിയാലേ സമാധാനം ആവുള്ളൂ അല്ലേ? അതെന്റെ ഇഷ്ട. വല്ലപ്പോഴും വീട്ടിൽ വന്ന് അമ്മയൊന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ. നിനക്ക് ഇഷ്ടമില്ലെന്നറിയാം. എന്നാലും തന്തയും തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ. അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അമ്മയോട് എനിക്ക് ഇഷ്ടക്കേടുമില്ല. ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കയറി വിവരം അറിയുന്നേ. കുറുമ്പും കുസൃതിയും കാട്ടാൻ കൊച്ചു കുട്ടിയാണോ വിചാരം? അതിന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ രാജപ്പൻ? അത് പിന്നെ എന്നെ കണ്ട അപ്പ അയാൾക്ക് തുടങ്ങും ഒരുതരം പാട്ടും. നിന്നെ കാണുക മാത്രമാണല്ലോ ഈ പാട്ടും കൂത്തും. നീ കൊഞ്ചാനും കൊഴയാനും ഇഴിച്ചു കാട്ടാൻ നിൽക്കണ്ടാവും. ആരടിച്ചു കാട്ടി? നീ വെറുതെ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം. മര്യാദക്കൊക്കെ ജീവിച്ചു. വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. നിന്റെ തന്തയ്ക്ക് ഞാൻ നോങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴാ എനിക്ക് പ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല. വരുമ്പം പറഞ്ഞേക്ക്. ആഹാ ദിവാര, ആ കുഞ്ഞോട്ടനാശാരി ഒന്ന് കാണണമല്ലോ. പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ. ഇനി വേറൊരു ആശാരി വിളിച്ചാ വരുമോ? കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്. ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താ പറയാ? കാശ് അധികം പറ്റുകയും ചെയ്തു, പണിയും തീർത്തിട്ടില്ല. കള്ള തിരുമാലിയാ. ഇപ്പൊ പണി നടത്തിയെന്ന് 2 പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് വരാം. അതേ നടക്കൂ. അയ്യോ അതൊന്നും വേണ്ടാട്ടോ. നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി. ഇങ്ങനൊരു ചോറ്. ആഹാ കലക്കല്ലോടി. ഉവ്വ നിറങ്ങണ്ടില്ലേ? കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയിക്കണേ? നിനക്ക് എന്താ ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടാ? പറഞ്ഞ മനസ്സിലാണ്ടേ?